Hello everyone, welcome back to Raj Talks. Bhayam Bhakti Bohumanam, directed by Dhananjay Shankar, writer ഫഹിം സഫർ, നൂറിൻ ഷെരീഫ്. നൂറിൻ ഷെരീഫിനെ നമ്മളാരും മറക്കില്ല. അടാറ് ലവ് സ്റ്റോറിയിലൂടെ വന്ന് വേറെയും ചെറിയ ചെറിയ പടങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നായികയായിട്ട് പുള്ളിക്കാരി ക്ലിക്കായില്ലെങ്കിലും ആസ് എ റൈറ്റർ, കോ റൈറ്റർ എന്നെ വളരെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച റൈറ്റിംഗ് ആണ്. സാധാരണ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സിനിമയുടെ പല സെക്ഷൻസ് എടുത്ത് ഞാൻ എന്താ പറയുക, അഭിപ്രായം പറയാറില്ല, അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയാറില്ല. കാരണം എനിക്ക് അത്രയും വലിയതില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ആസ്വാദനമാണ് ഞാനൊരു റിവ്യൂ ആയിട്ട് എപ്പോഴും പറയുന്നത്. പിന്നെ റിവ്യൂ കീ വേർഡ് ആയതുകൊണ്ട് ഈ ബബ്ബബ്ബ റിവ്യൂ എന്നിടുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇതെൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. സോ എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നിറഞ്ഞ സദസ്സിൽ ഓടിയ ഒരു തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടപ്പോഴും തൊട്ടടുത്തിരുന്ന ആളുമായിട്ടും ഇതിലെ കോമഡിയൊക്കെ കണ്ട് അന്യോന്യം നോക്കി ചിരിച്ച് അങ്ങനൊരു കണക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു പടം. ഫസ്റ്റ് ഹാഫൊക്കെ തീയായിട്ട് തോന്നി. തുടങ്ങിയതും അവസാനിച്ചതും അറിയില്ല. സാധാരണ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ പറയില്ലേ, ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ സ്റ്റാർട്ടിങ് സൂപ്പറായിരിക്കണം, ഇൻ്റർവൽ ബ്ലോക്ക് ഹൈ തരണം, ക്ലൈമാക്സ് ഞെട്ടിക്കണം. ആ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്യാമിയോ ദ എൽ ഫാക്ടർ ഈ പടത്തിന് ഇന്ന് ഇത്രയും വലിയ ഓപ്പണിംഗ് കിട്ടാനുള്ള ഒരേ ഒരു കാരണം അതും ചില ഭാഗങ്ങളിൽ എനിക്ക് അത്ര വർക്കായില്ലെങ്കിലും ചിലയിടത്തൊക്കെ ലാലേട്ടൻ മിന്നിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടനെ ചിലയിടത്ത് യൂസ് ചെയ്ത് അതിലേക്ക് ഞാൻ വരാം. ഫസ്റ്റ് ദിലീപിൽ നിന്ന് കഥാനായകനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എനിക്ക് ദിലീപിൻ്റെ ഈ അടുത്ത കാലത്തെ സിനിമകളിൽ തങ്കമണി, പവി കെയർടേക്കർ, ബാന്ദ്ര ഈ സിനിമകളിലെയൊക്കെ അഭിനയവും എന്നിട്ട് പുള്ളിയുടെ എക്സ്പ്ലനേഷൻ, നിങ്ങൾ എന്നെ അടിക്കുമ്പോൾ അടിക്കുന്നത് ഓരോ സിനിമാക്കാരുടെ വയറ്റിലുമാണെന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ കാണുമ്പോൾ ഇങ്ങേർക്കൊരു തിരിച്ചു വരവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പറയുമ്പം പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ക്രൂ കാസ്റ്റുമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ദിലീപേട്ടൻ്റെ തിരിച്ചുവരവായിരുന്നു എന്നാണ്. അപ്പം ഇത് പിന്നീടൊരു തിരിച്ചുവരവായിരിക്കും. ഇതൊരു പ്രോപ്പർ കംബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്രൊവൈഡഡ് പുള്ളി ഇതുപോലുള്ള നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് എക്സ്പെരിമെൻറ്റ് മൂവികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുള്ളിക്ക് ഇനിയും ഇവിടെ സിനിമയിൽ തീർച്ചയായിട്ടും സ്ഥാനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എനിക്ക് സീരിയസ്ലി ഈ പടത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കൊരു മാഡ്നെസ് ഉണ്ട്. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം എഴുതി കാണിക്കുന്നുണ്ട്, നോ ലോജിക്, 100% മാഡ്നെസ്, അങ്ങനെ എന്തുകൊണ്ട് ഒരു ഡിസ്ക്ലെയിമർ ഇവർ ആദ്യമേ കാണിക്കുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ മേക്കേഴ്സ് എല്ലാം ഓൾറെഡി പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ ഒരു വൈബിൽ കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ അതിൽ ഈ പുള്ളിയുടെ ഒരു സൈക്കിക് ക്യാരക്ടർ, പുള്ളിയുടെ ഇമോഷൻസ്, പുള്ളിയുടെ ഡയലോഗ് മോഡുലേഷൻ, അതിൽ ഈ ദിലീപിൻ്റെ പഴയ സിനിമയിലൊക്കെ ഇമോഷൻ വരുമ്പോൾ എടാ ചെറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗും അങ്ങനത്തെ കരച്ചിലും ആ കൈയൊക്കെ വെച്ചിട്ട് മുഖത്തിങ്ങനെ പിടിക്കുന്നു, അതൊക്കെ മാറ്റി പിടിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ കുറേ പഴയ കാലത്തെ കോമഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതും നല്ല വർക്കായി. ആദ്യമേ തന്നെ ഒരു പഴത്തിലി ചവിട്ടാൻ പോകുമ്പോൾ അവിടം തൊട്ട് തന്നെ ഈ ക്ലീഷേ ബ്രേക്കിംഗ് പരിപാടിയൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്, ഇതിലങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതിയ പിള്ളേരുടെ കൂട്ടത്തിൽ പുള്ളി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മൊത്തത്തിൽ ഇതിൽ കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ, ഇതിൻ്റെ ഒരു ഗ്രാൻഡിയർ, നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. കാരണം ഒരു ഇൻ്റർവൽ ബ്ലോക്കിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതിങ്ങനെ നീണ്ട് കിടക്കുക, ഒരു അൺറിയലിസ്റ്റിക് സാധനം, പെടച്ചിരിക്കുന്ന പെട. ദിലീപിൻ്റെ തന്നെ പഴയ സിനിമകളുടെ പാട്ടുകളൊക്കെ എടുത്തിട്ട് റിയാസ് ഖാൻ വന്നിട്ടൊരു DJ മിക്സിങ്ങും പരിപാടിയും, അതിൽ പുള്ളി സാൻഡി മാസ്റ്റർ എല്ലാം കൂടെ കിടന്നൊരു പുക പരിപാടി. അതിൽ മറ്റേ ഭീഷ്മ പർവ്വത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന റോബോട്ടിക് ക്യാമറയാണെന്ന് തോന്നുന്നു, ആ ടെക്നോളജി ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്ന ചില ഇഷ്യൂസൊക്കെ ഓക്വേർഡ് VFX ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു ഓളമാണ്, ഒരു ഹൈ തരുന്നൊരു പടമാണ്. അങ്ങനെ തുടങ്ങിയ പടം ഒരു സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്കും കുറച്ചൊരു, എനിക്ക് തോന്നുന്നു ഈ ധനഞ്ജയ് ശങ്കറിൻ്റെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് റൈറ്റിങ്ങിൽ വന്ന പാളിച്ച ആവാം. ഇപ്പോൾ പുതിയ പിള്ളേർ എഴുതിയതിൽ നിന്നും പുള്ളി ദിലീപിന് വേണ്ടി എഴുതിയ ഫാക്ടേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം, എൻ്റെ തെറ്റായിരിക്കാം. പക്ഷേ അതിൽ വന്ന ഒരാവശ്യവുമില്ല. അങ്ങനത്തെ ഒരു സെൻറ്റി കഥ പറയുക, ഒരു മോട്ടീവ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നായകൻ ഇങ്ങനെ ആയത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ പടത്തിൽ ലോജിക്കേ ഇല്ല. അപ്പോൾ ഇത്തരം സീനോ സെൻറ്റിയുടെയോ ഒന്നും ആവശ്യമില്ലെന്നാണ്. ഇല്ലാതെ തന്നെ എനിക്കിതെല്ലാം വർക്കായി. പുള്ളി എന്ത് ചെയ്താലും കാണിച്ചു കൂട്ടിയാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ലെവലിലോട്ട് ഫസ്റ്റ് ഹാഫ് എത്തിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ കിടിലൻ പെർഫോമൻസുകൾ. ബൈജു ഇത്രയും കാലം സ്ഥിരം തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരേപോലെ അഭിനയിച്ച് വരിക. പക്ഷേ പുള്ളിയുടെ ആ ഡയലോഗ് പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ പടത്തിലെത്തുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിലെ ഒരു ഡിഫറൻസ് ഉണ്ട്. പുള്ളി കൊടുക്കുന്ന കുറച്ച് ന്യൂആൻസസ് ഉണ്ട്. അതൊക്കെ എനിക്ക് വർക്കായി. പുള്ളി ബാക്കി എല്ലാവരുടെയും വട്ട് മീറ്ററിൽ ചുറ്റുമുള്ള ആൾക്കാർ നിൽക്കുമ്പോഴും പുള്ളിക്കൊരു റിയലിസ്റ്റിക് മീറ്ററുണ്ട്. അത് പുള്ളി നല്ല രസമായിട്ട് പിടിച്ചിട്ടുണ്ട്.
അശോകൻ്റെ വട്ട് പരിപാടി, ബാലു വർഗീസിൻ്റെ വട്ട് പരിപാടി, ഈ റൈറ്റേഴ്സ് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കുറേ മാഡ്നസ്, അവരുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റേ ഫാഹിം സഫർ പുള്ളിയുടെ കുറച്ച് പരിപാടികളുണ്ട്. ബാലു വർഗീസ്, ബാലു വർഗീസ് ഇൻ്റർവെല്ലിന് സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട പരിപാടികളാണ്. അതുപോലെ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദ എൽ ഫാക്ടർ. പുള്ളി കറക്റ്റ് ടൈമിൽ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ ഇൻട്രൊഡക്ഷൻ എനിക്കത് അത്ര ഇതായില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊരു ഗില്ലി യൂണിവേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. രസവും കാര്യങ്ങളൊക്കെയാണ്. ലാലേട്ടനായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആസ്വദിക്കും. പുള്ളി ആ സ്വാഗിലും ഒക്കെയാണ്. പക്ഷേ എന്തിനാണ് ഗില്ലി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു വിജയെ പോലൊരു നടൻ്റെ റെഫറൻസിൽ ലാലേട്ടനെ അവതരിപ്പിക്കേണ്ടത്? പുള്ളി ജസ്റ്റ് വാടാ എന്ന് ആ സിനിമയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, എം ജി ശ്രീകുമാറിൻ്റെ വോയിസിൽ പുള്ളി ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈ ഈ ഗില്ലി യൂണിവേഴ്സിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അതിന് ശേഷം പുള്ളിയുടെ രാവണപ്രഭു, സ്ഫടികം, അങ്ങനെ ഒരുപാട് സിനിമകളുടെ റെപ്പറ്റീഷനും ആ കൈ കൊണ്ട് അഭിനയിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഒരു കോമഡി ആയിട്ട് അതിനകത്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം, പുള്ളിയെ ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ അത് ഹെവി ആയിരുന്നിരിക്കണമായിരുന്നു. കുറച്ചുകൂടെ ഹെവി ആയിരുന്നെങ്കിൽ കത്തിക്കയറിയാണ്. അങ്ങനൊരു ഫീലാണ് പേഴ്സണലി ഉള്ളത്. ചിലപ്പം നിങ്ങൾക്കതായിരിക്കില്ല. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുക, മാന്യമായി പറയുക പ്ലീസ്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ലാലേട്ടനെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ ഈ മനുഷ്യൻ ഇപ്പോൾ തുടരുമില്ല് കാണുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിപ്പുണ്ട്. നല്ല ബോഡിയൊക്കെ സെറ്റാണ്. ഇതിൽ വരുമ്പോൾ കുറച്ച് വയറും കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അതാണ് ഈ പടം എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റൈലിഷ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇത് എൻ്റേതായിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ തലയ്ക്കകത്തെ പ്രശ്നം എൻ്റെ മാഡ്നസ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ, അതായത് എനിക്കിപ്പം ആ ഒരു ലാലേട്ടൻ ഇൻട്രോ ഹൈ തന്നില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു തേർഡ് എക്സ്റ്റൻഷൻ പരിപാടിയുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സെൻറ്റി സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിരുന്നെങ്കിൽ മൊത്തത്തിലൊരോളം. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതിനൊരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ലീഡോടെ ഇട്ടിട്ടാണ് ഈ സംഭവം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഈ പിള്ളേർ, ഈ നൂറിൻ ഷെരീഫും ഫാഹിം ഷഫറും കൂടെ നല്ല വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഭിന്നിക്കും. ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാം. ഇതൊരു വലിയ യൂണിവേഴ്സായിട്ട് ബിൽഡ് ചെയ്യാം. ഒരു ആട് പോലെയൊക്കെയുള്ള വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധ്യതകളുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഗൈസ്. ഇനി എന്താണ് അടുത്ത പടം ഉടനെ വരാൻ പോകുന്നത്? നാളെ തന്നെ ഇതിറങ്ങുന്നുണ്ടല്ലോ, നമ്മുടെ ഫാർമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂവുമായി ഉടനെ വരാം. സീ യു ഗൈസ്.